എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 89 ശ്ലോകം 62, 63, 64, 65, 66 5 ശ്ലോകങ്ങൾ ഇന്ന് നോക്കാം. ഈ 5 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 89ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. ഏറ്റവും സന്തോഷത്തോടു കൂടി കൃഷ്ണനും അർജുനനും കൂടിയിട്ട് ആ ബ്രാഹ്മണന് ആ 10 പുത്രന്മാരെ ഇങ്ങനെ ദാനം ചെയ്യണം. ബ്രാഹ്മണനുണ്ടായ ഒരു സന്തോഷം പറയാനില്ല. എത്രയോ നിന്ദാവാക്കുകളെ കൊണ്ട് അർജുനനെ നിന്ദിച്ചു അല്ലെ ബ്രാഹ്മണൻ. ഇപ്പതാ ഈ 10 ഉണ്ണികളെ 10 പേരെയും കിട്ടുന്നുള്ളത് വിചാരിച്ചിട്ടേ ഇല്ല. നഷ്ടപ്പെട്ട ഒരു ഉണ്ണിയെ തിരികെ കിട്ടണം, അതെങ്കിലും മതി എന്ന് വിചാരിച്ചിരുന്ന ആ ബ്രാഹ്മണന് ഈ 10 ഉണ്ണികളെ ഇങ്ങനെ കിട്ടിയപ്പോൾ സന്തോഷം. അതാ ആ വയസ്സിനനുസരിച്ച് ഏറ്റവും ചെറിയ കുട്ടി, പിന്നത്തെ അതിന് മുമ്പുള്ളത്, അങ്ങനെ അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊടുക്കുക. കഥകളിയിലത് നമുക്കിങ്ങനെ ശരിക്കും കാണാം അല്ലെ, ഓരോ കുട്ടികളെയും കൊടുക്കണത്. വൈകുണ്ഠത്തില് അവര് ചെന്നപ്പോ ആ ചെറിയ ഉണ്ണി മഹാലക്ഷ്മിയുടെ മടിയിൽ ഇങ്ങനെ കിടന്ന് കളിച്ച് ചിരിച്ചുകൊണ്ട് കിടക്കായിരുന്നു. അത്ര ആ ചെറുതെ പൊക്കോളൂ, അച്ഛനമ്മമാരുടെ അടുത്തേക്ക് പോകണ്ടേ നിങ്ങൾക്ക്? ഞങ്ങളുടെ അച്ഛനും അമ്മയും വരാ എന്ന് അവര് പറഞ്ഞതാ പറയണത്. ആ കുട്ടികൾക്ക് അവിടുന്ന് പോകണ്ട. കൊണ്ടുപോകാനായിട്ട് വന്നപ്പോ അർജുനൻ നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞപ്പോ അവർക്കും അപ്പൊ വേഗം ഭഗവാൻ ഒരു മായ, ആ മായയിലാണ് കുട്ടികൾ ഞങ്ങൾക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി പുറപ്പെട്ടു എന്നൊക്കെ ആചാര്യന്മാര് സന്താനഗോപാലം വിസ്തരിക്കുമ്പോ പറയാറുണ്ട്. അങ്ങനെ കുട്ടികളെ കൊടുക്കണം. സന്തോഷമായിട്ട് ബ്രാഹ്മണനും ബ്രാഹ്മണ പത്നിയും അർജുനനെ ഭഗവാനെ മനസ്സ് തുറന്ന് സന്തോഷാശുക്കളോടെ അനുഗ്രഹിക്കണം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 62. നിവർത്തതാം സ്വകം ധാമ സംപ്രഹൃഷ്ടോ യഥാഗതം വിപ്രായ ദദതു പുത്രാൻ യഥാരൂപം യഥാവയം. ഏറ്റവും സന്തോഷത്തോടു കൂടിയിട്ട് ആ കൃഷ്ണാർജുനന്മാര് തിരിച്ചു വന്ന് ബ്രാഹ്മണന്റെ ഗൃഹത്തിലേക്ക് എത്തണം. പ്രസവിച്ച ആ സമയം അനുസരിച്ചുള്ള ആ രൂപത്തോടും വയസ്സോടും കൂടിയിരിക്കുന്ന ആ പുത്രന്മാരെ ബ്രാഹ്മണന് നൽകണം. ഭഗവാൻ ഇത് അർജുനന്റെ കൊടുക്കും. ആ ചെറിയ ഉണ്ണി ആദ്യം കൊടുത്തു, അർജുനൻ അത് ബ്രാഹ്മണന് കൊടുത്തു, ബ്രാഹ്മണൻ അത് ബ്രാഹ്മണ പത്നിക്ക് കൊടുത്തു. അവിടെ ഇങ്ങനെ ആ ബ്രാഹ്മണനും പത്നിയും 10 ഉണ്ണികളെയും കൂടി തിരിച്ചു കിട്ടുന്നുള്ള ഒരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇതെല്ലാം ഭഗവാന്റെ കാരുണ്യാണെന്ന് ബ്രാഹ്മണന് മനസ്സിലായി. ബ്രാഹ്മണൻ മനസ്സ് തുറന്ന് ആദ്യം ഭഗവാനെ അനുഗ്രഹിക്കണം. പിന്നെതാ അർജുനനെ എത്രയോ നിന്ദിച്ചു അർജുനനെ, അതെല്ലാം ഇരട്ടി ഇരട്ടി അനുഗ്രഹമായിട്ട് അർജുനന് ഇങ്ങനെ കൊടുക്കുകയാണ്. കഥകളിയിൽ ഇങ്ങനെ കാണില്ലേ, ജയിക്ക കൃഷ്ണ ജയിക്ക ഫൽഗുന. അങ്ങനെ നല്ല മനസ്സങ്ങോട്ട് നിറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. അർജുനന് മനസ്സിലായി ഇത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടല്ലാതെ എനിക്കിത് നേടാൻ പറ്റില്ല. അപ്പോഴാണ് മനസ്സിലായിട്ടുള്ളൂ ഞാൻ ഗാണ്ഡീവധാരി എത്ര അഹങ്കരിച്ചു അല്ലെ. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. നിശാമ്യ വൈഷ്ണവം ധാമ പാർത്ഥ പരമവിസ്മിത യൽ കിഞ്ചിൽ പൗരുഷം പുംസാം മേനേ കൃഷ്ണാനുകമ്പിതം. മഹാവിഷ്ണുവിന്റെ ആ സ്ഥാനമായിട്ടുള്ള ആ വൈകുണ്ഠത്തെ കണ്ടപ്പോ തന്നെ അർജുനൻ ഏറ്റവും വിസ്മയിച്ചു. എന്തൊരു അത്ഭുതം, എന്തൊരു അത്ഭുതം. അർജുനന് ഉറച്ച ബോധ്യം വന്നു. ഇപ്പൊ അർജുനന് ചെറിയൊരു അഹങ്കാരം ഉണ്ടായിരുന്നു, അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കിയത്. അപ്പൊ അർജുനൻ വിചാരിക്കണം, ഏതൊരാൾക്കും ഏതുവിധമായ ശക്തിയും ശ്രീകൃഷ്ണന്റെ ദയ കൊണ്ട് മാത്രം ഉണ്ടാവുന്നതാണ്. അല്ലാതെ എല്ലാ കഴിവുകളും ഭഗവാൻ തന്നെ തരുന്നതാണ്. ആ ഭഗവാന്റെ കരുണയില്ലാതെ ഒരാൾക്കും ഒരു സാമർഥ്യം ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാൻ ഗാണ്ഡീവധാരി
എനിക്കെല്ലാം ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് ഭഗവാനോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ അത്രയും സുഹൃത്തും, ഭഗവാന്റെ മഹാത്മ്യമൊക്കെ നല്ലോണം അറിയാം അർജുന്, എന്നിട്ടും ഒരു വാക്ക് പോലും പറയാതെ ഞാൻ ചെയ്തോളാം, ഞാൻ രക്ഷിച്ചു തരാം എന്നോട് പറഞ്ഞു അല്ലെ. അതാണ് ചെറിയൊരു കാര്യം പോലും നമുക്ക് ഭഗവാന്റെ കാരുണ്യമില്ലാതെ, കൃപയില്ലാതെ ചെയ്യാൻ സാധിക്കില്ല. തന്റെ സാമർഥ്യം കൊണ്ട് എല്ലാം നേടാന്ന് വെറും മനുഷ്യൻ വിചാരിക്കണം. ഒന്നുമില്ല. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം എല്ലാം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒന്നും പറ്റില്ല. ഇതീദൃശാനി അനേകാനി വീര്യാണീക പ്രദർശയൻ ബുഭുജേ വിഷയാൻ ഗ്രാമ്യാൻ ഈജേ ചാത്യൂർജിതൈർമഖേ. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഇപ്രകാരമുള്ള അനേകം പരാക്രമങ്ങള് ഈ ലോകത്തിലുള്ളവർക്ക് കാട്ടിക്കൊടുത്തു. സാധാരണ ജനങ്ങളെ പോലെ വിഷയസുഖങ്ങളൊക്കെ അനുഭവിച്ചു. കൃഷ്ണങ്ങളായ യാഗങ്ങൾ കൊണ്ട് ദേവന്മാരെ യജിച്ചു. പ്രവവർഷാഖിലാൻ കാമാൻ പ്രജാസു ബ്രാഹ്മണാദിഷു യഥാകാലം യഥൈവേന്ദ്രോ ഭഗവാൻ ശ്രൈഷ്ഠ്യമാസ്ഥിത. ബ്രാഹ്മണാദികളായ പ്രജകളുടെ ആഗ്രഹങ്ങളെ എല്ലാം കാലാനുസരണം ഭഗവാൻ സാധിപ്പിച്ചു കൊടുത്തു. ഇന്ദ്രൻ കാലത്തിനനുസരിച്ച് ഭൂമിയിൽ വർഷിച്ചു. പ്രകാരൻ ഇങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ സർവർക്കും ആരാധിക്കാൻ തക്ക യോഗ്യതയുള്ള സ്ഥാനത്തെ അധിവസിച്ചു. സാധാരണ ഒരു മനുഷ്യനായിട്ട് ജനിച്ചു അല്ലെ. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഭഗവാൻ ചെയ്തു ഇവിടെ, എന്തൊക്കെ ലീലകള്. എല്ലാവർക്കും സർവർക്കും ആരാധിക്കാൻ തക്ക യോഗ്യതയുള്ളവന ഒരാളായിട്ട് ഭഗവാൻ ശോഭിച്ചു. നൃപാൻ അധർമ്മിഷ്ഠാൻ ഘാതയിത്വാർജുനാദിഭിഃ അഞ്ജസാ വർത്തയാമാസ ധർമ്മം ധർമ്മസുതാദിഭി. അധർമ്മിഷ്ഠരായ രാജാക്കന്മാരിൽ ചിലരെ ഭഗവാൻ തന്നെ സംഹരിച്ചു. മറ്റു ചിലരെ അർജുനാദികളെ കൊണ്ട് സംഹരിപ്പിച്ചു. ധർമ്മപുത്രർ മുതലായ യോഗ്യന്മാരായ രാജാക്കന്മാരെ കൊണ്ട് പ്രജാപരിപാലന രൂപമായ ധർമ്മം ലോകത്തിലെ ദൃഷ്ടാന്ത രൂപമായി പ്രവർത്തിപ്പിച്ചു. ഇങ്ങനെ ഭഗവാൻ അവതാര പ്രയോജനം എല്ലാം സാധിച്ചു എന്ന് അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർത്ഥേ ദ്വിജകുമാരാനയനം നാമ ഏകോനനവതിതമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഈ 89-ാമത്തെ അധ്യായം ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീപാദങ്ങളില് ഭക്തിപൂർവം സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യത് യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.